എന്താണ് സൺഡൗണിങ് അല്ലെങ്കിൽ സൺഡൗൺ സിൻഡ്രോം എന്ന് പറയുന്നത്? ഈ ടേം നമുക്ക് അത്ര ഫെമിലിയർ ആയിരിക്കില്ല. ഇതെന്ന് വെച്ചാൽ ഡിമെൻഷ്യ ഉള്ള വ്യക്തികളിൽ അവരിൽ കാണപ്പെടുന്ന ഒരു സബ്സെറ്റ് ഓഫ് സിൻഡ്രോംസ് അല്ലെങ്കിൽ സബ്സെറ്റ് ഓഫ് സിംറ്റംസ് ആണെന്ന് നമുക്ക് പറയാം. ഇതെന്ന് വെച്ചാൽ വൈകുന്നേരം ഒരു 4 മണി തൊട്ട് രാത്രി വരെ ഉണ്ടാകുന്ന ആ ഒരു ടൈം പീരീഡിൽ, ഒരു സൺസെറ്റ് ഒക്കെ വരുന്ന ടൈം പീരീഡിൽ ഇവരിൽ ഭയങ്കരമായിട്ട് കുറേ മാറ്റങ്ങൾ വരുന്ന കാണാം. അത് ഡിമെൻഷ്യയുടെ പല സ്റ്റേജസിലായിരിക്കാം ഇത് വരുന്നത്. എല്ലാവരിലും കാണണമെന്നില്ല. ഒരു 45% വരെ ഡിമെൻഷ്യ ഉള്ളവരിൽ ഈ ലക്ഷണങ്ങളൊക്കെ കാണും. ആ ഒരു ടൈം പീരീഡിൽ അന്തരീക്ഷത്തിലൊക്കെ ഒരു ഇരുട്ടൊക്കെ ആയി സൺസെറ്റൊക്കെ ആയി വരുമ്പോൾ അവർ ഭയങ്കരമായിട്ട് കൺഫ്യൂസ്ഡ് ആയിട്ടും ഭയങ്കരമായിട്ട് ചിലപ്പോൾ ദേഷ്യപ്പെടാം, ചിലപ്പോൾ കരഞ്ഞേക്കാം. പുറത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വഴിതെറ്റി വേറെ ദിശയിലോട്ടൊക്കെ പോകാം, ആഹാരം കഴിക്കില്ല, ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റഡ് ആയിട്ട് ഫ്രസ്ട്രേറ്റഡ് ആയിട്ടൊക്കെ കാണാം, പാരനോയിഡ് ആവും, എന്തിനും ഏതിനും സംശയം, അങ്ങനെ കുറേ ലക്ഷണങ്ങൾ കുറച്ച് സീവിയറായിട്ട് ഈ ഒരു ടൈം പീരീഡിൽ കാണിക്കാറുണ്ട് ചിലർ. അതുകൊണ്ടാണ് ഇതിനെ സൺഡൗണിങ് എന്ന് പറയുന്നത്. കാരണം ആ സൺസെറ്റോട് കൂടിയുള്ള ആ സമയത്താണ് ഈ ഒരു ട്രാൻസിഷൻ വരുന്നത്. അത് നമുക്ക് തീർച്ചയായിട്ടും അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ആ സമയത്ത് അവർക്ക് പ്രത്യേക അറ്റൻഷൻ നമ്മൾ കൊടുക്കേണ്ടതാണ്. ഇതിനുള്ള സയൻറ്റിഫിക് എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ബോഡിയിലുള്ള സർക്കേഡിയൻ റിതം അല്ലെങ്കിൽ ബോഡി ക്ലോക്കിലുണ്ടാകുന്ന മാറ്റങ്ങളാണ്. അതിന് പല കാരണങ്ങളുണ്ടായിരിക്കാം. ചിലപ്പോൾ ഉറക്കക്കുറവായിരിക്കാം ഒരു കാരണം, ചിലപ്പോൾ നന്നായിട്ട് ആഹാരം കഴിക്കാത്തതുകൊണ്ട് ആ ഒരു ക്ഷീണം, പകൽ മുഴുവൻ ക്ഷീണമായിരിക്കും. ആ ക്ഷീണം ഒരു 4 മണി കഴിഞ്ഞ് ഈ ഒരു ടൈം ആകുമ്പോൾ അത് കുറച്ചുകൂടി എക്സ്പ്രസീവ് ആകും. അത് അവരുടെ ഈ ഒരു എക്സ്പ്രഷൻസിലൂടെയാണ് അത് പുറത്ത് വരുന്നത്. പിന്നെ നമ്മുടെ ബ്രെയിനിലുള്ള കോർട്ടിസോൾ, മെലറ്റോണിൻ്റെയൊക്കെ ക്വാളിറ്റി അളവിൻ്റെ ഉണ്ടാകുന്ന ചെറിയ വ്യതിയാനങ്ങൾ കൊണ്ടുവരാം. പിന്നെ ചിലപ്പം ഡിമെൻഷ്യയുടെ മറ്റ് ലക്ഷണങ്ങൾക്ക് വേണ്ടി കഴിക്കുന്ന മരുന്നുകളുടെയൊക്കെ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് ആവും. എന്തായാലും അത് ഈ ഒരു ടൈം പീരീഡിലാണ് അത് വിസിബിൾ ആവുന്നത്. അതുകൊണ്ട് നമുക്ക് എങ്ങനെ ഇവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും? നമ്മളുടെ വീട്ടിൽ ഡിമെൻഷ്യ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിലും, നമ്മൾക്ക് ഡിമെൻഷ്യ ഉള്ളവരാണെന്നുണ്ടെങ്കിലും, ഇത് ഈ ഒരു ടൈം പീരീഡിൽ 4 മണി തൊട്ട് രാത്രി വരെയുള്ള ആ ഒരു ടൈം പീരീഡിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നാമത് ഈ ലക്ഷണങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഈ ഒരു വ്യത്യാസം ഈ ടൈം പീരീഡിൽ ഉണ്ടാവുന്നതെന്ന് നോക്കണം. ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും? വളരെയധികം ക്ഷമയോടുകൂടിയും കരുതലോടുകൂടിയും ഒക്കെ വേണം നമ്മൾ ഈ സിറ്റുവേഷൻ ഡീൽ ചെയ്യാനായിട്ട്. അതായത് സൺസെറ്റിൻ്റെ സമയത്ത് നമ്മൾ പുറത്ത് അന്തരീക്ഷം ഇരുട്ടായി വരികയാണ്. അപ്പം നമ്മൾ വീടിനകത്ത് കൂടി ഇരുട്ടാക്കാതെ കുറച്ച് ബ്രൈറ്റ് ആക്കി വെക്കാൻ ശ്രമിക്കണം. പിന്നെ വീട്ടിനകത്തും പരിസരത്തും ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് നോയ്സ് ഒക്കെ ഒഴിവാക്കാൻ ശ്രമിക്കുക. പിന്നെ ഇവരുടെ ഉറക്കം റെഗുലേറ്റ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവർക്ക് ആവശ്യത്തിന് ഉറക്കം കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. അതിന് സ്ട്രിക്റ്റായിട്ടൊരു റുട്ടീൻ സെറ്റ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നെ ആഹാരക്രമം നോക്കുന്നത് നല്ലതാണ്. പ്രത്യേകിച്ചും ഹെവി ആയിട്ടുള്ള മീൽസും കഫീനും ഒക്കെ ഒരു ഉച്ചയ്ക്ക് ശേഷം അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ മെഡിക്കേഷൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഡോക്ടേഴ്സുമായിട്ട് ഫോളോ അപ്പ് ചെയ്ത് ചെക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ മെഡിക്കേഷൻ്റെ സൈഡ് ഇഫക്ട്സ് ആണോ ഇത് കുറച്ചുകൂടി ഇൻറ്റൻസ് ആക്കുന്നതെന്ന് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. അപ്പോൾ വളരെ പേഷ്യൻ്റായിട്ട് ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു അപ്രോച്ച് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവരെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യാനും ഹെൽപ്പ് ചെയ്യാനും സാധിക്കും.